ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുദേവൻ അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിച്ച ഇല്ലിക്കൽ കുമ്പളങ്ങിയിലെ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. ഏകദേശം 700 വർഷം പഴക്കമുള്ള ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് നടത്തിപ്പോന്ന നമ്പൂതിരിമാർ ഏതോ കാരണങ്ങളാൽ അത് ഗൗഡസാരസ്വത ബ്രാഹ്മണരെ ഏൽപ്പിച്ചു. അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ലക്ഷ്മീനാരായണ വിഗ്രഹം നമ്പൂതിരിമാർ കൊണ്ടുപോവുകയും ചെയ്തു. കണ്ണമാലിയിൽ താമസക്കാരായ സാരസ്വത ബ്രാഹ്മണർ അവിടെ ഭദ്രകാളി വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കണ്ണമാലിയിൽ നിന്ന് ഇല്ലിക്കലിൽ വന്ന് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയാൽ അവർ ആ ക്ഷേത്രം നാട്ടുകാരായ ഈഴവരെ ഏൽപ്പിച്ചു. ഈഴവരുടെ ഭരണത്തിൽ ആയതോടെ ഭദ്രകാളിയുടെ സ്വഭാവം മാറി. അവിടെ കോഴിവെട്ടും പൂരപ്പാട്ടും വെളിച്ചപ്പാട് തുള്ളലും കുരുതി നിവേദ്യവും മറ്റും ആചാരാനുഷ്ഠാനങ്ങളായി മാറി. പിൽക്കാലത്ത് ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയിരുന്ന അവസരത്തിൽ അവിടെ നാട്ടുകാരുടെ ഒരു ക്ഷേത്ര വികസന സമിതി ഉണ്ടാവുകയും സമിതിയിലെ പുരോഗമന ചിന്തയുള്ള ചിലർ ഗുരുദേവനെ കൊണ്ടുവന്ന് അവിടെ പുതിയ പ്രതിഷ്ഠ നടത്തിത്തരാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഗുരുദേവൻ അവരോട് അവിടെ നടക്കുന്ന ജന്തുബലിയും മറ്റ് ആഭാസതരങ്ങളും ഒക്കെ നിർത്തൽ ചെയ്താൽ അവിടെ വന്ന് നാം പ്രതിഷ്ഠ നടത്താമെന്ന് പറഞ്ഞു. അതെല്ലാം അവർ സമ്മതിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പഴയ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റുന്നതും ജന്തുബലിയും പൂരപ്പാട്ടും മറ്റും നിർത്തുന്നതും ഇഷ്ടമല്ലാത്ത ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മദ്യപന്മാരും റൗഡികളും ആയ ചിലർ പ്രതിഷ്ഠാ ദിവസം ക്ഷേത്രത്തിൽ വന്ന് കർമ്മങ്ങൾ മുടക്കുകയും ഗുരുദേവനെ ഉപദ്രവിക്കുകയും ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അതിൻ പ്രകാരം ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠയ്ക്കായി വന്ന ദിവസം അവർ കുറുവടി മുതലായ ആയുധങ്ങളുമായി ക്ഷേത്രത്തിൽ കടന്നു ചെല്ലുകയും ചെയ്തു. അവർ ആദ്യമായിട്ടായിരുന്നു ഗുരുദേവനെ നേരിൽ കാണുന്നത്. ഗുരുവിൻ്റെ തേജോമയമായ മുഖം ദർശിച്ച മാത്രയിൽ അവരുടെ ഗർവവും ശൗര്യവും എല്ലാം അസ്തമിച്ചു പോയി. തങ്ങൾ എന്തിനാണ് അവിടെ വന്നതെന്ന് പോലും അവർ മറന്നുപോയി. ഏതോ മായാശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടതുപോലെ അവർ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ കളഞ്ഞ് ഗുരുദേവന്റെ മുമ്പിൽ തൊഴുകയോടുകൂടി നിന്നു. ഗുരുദേവൻ അവരെ നോക്കി പറഞ്ഞു, ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്കുള്ള ജോലിയിൽ സഹായിക്കാൻ ആളുകൾ കുറവായതിനാൽ ഭാരവാഹികളെ സഹായിക്കുന്നതിന് നിങ്ങൾക്കും സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചു. ആവാമേ എന്ന് അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ അവരുടെയും സഹായത്തോടുകൂടി പ്രതിഷ്ഠാകർമ്മം മംഗളമായി നടന്നു. ഗുരുദേവൻ ശ്രീകോവിലിൽ നിന്ന് കാളി വിഗ്രഹം എടുത്തു മാറ്റി അവിടെ ശിവനെ, അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിച്ചു. അതോടെ ആ നാട്ടിൽ മൃഗബലി മുതലായ ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവുകയും നല്ല സംസ്കാരവും ഐശ്വര്യവും പുഷ്ടിപ്പെടുകയും ചെയ്തു. നമസ്കാരം.